ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ 11th പാർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഫസ്റ്റ് ഓറിഫൈസസ്, മൗത്ത് പീസസ്, ദെൻ വിയർ, ലാസ്റ്റ് ടോപ്പിക് നോച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഓറിഫൈസസ് എന്താണെന്ന് നോക്കാം. ടാങ്കിൻ്റെ ബോട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്മോൾ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ഓറിഫൈസസ് എന്ന്. ഇതൊരു ടാങ്കാണ്. ടാങ്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ചെറിയ ഹോളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്ത് താഴേക്ക് വരും. ഈ ഫ്ലോയിങ് വാട്ടറിൻ്റെ ഡിസ്ചാർജ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്ലോ മെഷർമെൻറ്റിനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഓറിഫൈസസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓറിഫൈസസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്മോൾ ആൻഡ് ലാർജ് ഓറിഫൈസ്. സ്മോൾ ആൻഡ് ലാർജ് ഓറിഫൈസ് എന്ന് പറയാൻ കാരണം ഇതൊരു ടാങ്ക് ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ ടാങ്കിൻ്റെ ഇവിടെ ബോട്ടത്തിലായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ഓറിഫൈസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ ഇതിനകത്ത് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഓറിഫൈസിൻ്റെ സെൻറ്ററിൽ നിന്നും ക്യാപിറ്റൽ H ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്മോൾ ഓറിഫൈസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദ ഹെഡ് ഓഫ് ദ ലിക്വിഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഓറിഫൈസ് ഈസ് മോർ ദാൻ 5 times ദി ഡെപ്ത് ഓഫ് ദി ഓറിഫൈസ്. ഡെപ്ത് ഓഫ് ദ ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഇത്രയാണല്ലോ, ദാറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി ഓറിഫൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് H is greater than 5 times that of small d ആണെന്നുണ്ടെങ്കിൽ it is a small orifice. At the same time, the depth of the liquid H is less than 5 times of the orifice ആണെന്നുണ്ടെങ്കിൽ it is a large orifice. ഇതാണ് സ്മോൾ ലാർജ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ്. സർക്കുലർ ഓറിഫൈസ്, ട്രയാങ്കുലർ ഓറിഫൈസ്, റെക്ടാങ്കുലർ ഓറിഫൈസ്, സ്ക്വയർ ഓറിഫൈസ്, അങ്ങനെ ക്രോസ് സെക്ഷണൽ വെച്ചിട്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്സ്ട്രീമിൻ്റെ എഡ്ജിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ഓറിഫൈസ് ആണ്. അതായത് വാട്ടർ കയറുന്ന പോർഷൻ തന്നെ പെർഫെക്റ്റ്ലി ഇതുപോലെ ഷാർപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ഓറിഫൈസ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ബെൽ മൗണ്ടഡ് ഓറിഫൈസ് ആണ്. ഇതുപോലെ കൊടുക്കുന്നതാണ് ബെൽ മൗണ്ടഡ് ആയിട്ടുള്ള ഓറിഫൈസ്. ദെൻ ഒബ്വിയസ്ലി സ്ട്രെയിറ്റ് എഡ്ജ് അല്ലെങ്കിൽ സ്ക്വയർ ഓറിഫൈസ് എന്ന് പറയും. എഡ്ജസിൽ ഒരു ഷാർപ്പും ഇല്ല, പെർഫെക്റ്റ്ലി സെക്ഷൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ളതിനെ പറയുന്നതാണ് സ്ക്വയർ ഓറിഫൈസ് എന്ന്. ഓറിഫൈസിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഡിസ്ചാർജിങ് ഓറിഫൈസ്, അതുപോലെ ഡ്രൗൺഡ് അല്ലെങ്കിൽ സബ്മർജ്ഡ് ഓറിഫൈസസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഫ്രീ ഡിസ്ചാർജ് ഓറിഫൈസ്. അതായത് നമ്മൾ ടാങ്കിൻ്റെ സൈഡിലായിട്ട് ഹോള് കൊടുക്കുന്നു, അതിനകത്ത് വരുന്ന വാട്ടർ ഫ്ലോ ചെയ്ത് ഓപ്പൺ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു. അതാണ് ഒരു ഫ്രീ ഡിസ്ചാർജിങ് ടൈപ്പ് ആയിട്ടുള്ള ഓറിഫൈസ്. രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സബ്മർജ്ഡ് ഓറിഫൈസ് ആണ്. അതായത് ടാങ്കിൻ്റെ സെക്ഷനിൽ വരുന്ന ഒരു ഓറിഫൈസ്, പക്ഷേ അതിൽ നിന്നും വരുന്ന വാട്ടർ കൊണ്ട് ഈ ഒരു ഓറിഫൈസ് എന്ന് പറയുന്നത് സബ്മർജ്ഡ് ആണ്. ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ അല്ല, വാട്ടറിനുള്ളിൽ തന്നെ സബ്മർജ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓറിഫൈസിനെ പറയുന്ന പേരാണ് ഡ്രൗൺഡ് അല്ലെങ്കിൽ സബ്മർജ്ഡ് ഓറിഫൈസസ് എന്ന് പറയും. ഇനി ഓറിഫൈസസിലൂടെയുള്ള ഫ്ലോയെ പറ്റി പഠിക്കാം. ഓറിഫൈസസിലൂടെയുള്ള ഫ്ലോ നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഫ്ലോ മെഷർമെൻറ്റിനെ പോലെ തന്നെ മെയിനായിട്ട് 2 ഇക്വേഷനുകൾ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു ടാങ്ക് ഉണ്ട്. ടാങ്കിൻ്റെ സൈഡിലായിട്ട് ഒരു ഓറിഫൈസ്, ഓറിഫൈസിൻ്റെ മുകളിൽ വരുന്ന വാട്ടറിൻ്റെ ഹെഡ്, അതാണ് അല്ലെങ്കിൽ എത്രത്തോളം വാട്ടർ ഹൈറ്റിലുണ്ട് അതാണല്ലോ നമ്മൾ ഹെഡായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. എത്രത്തോളം ഉണ്ട് അതിനെ ക്യാപിറ്റൽ H എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി ഓഫ് ദ വാട്ടർ ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ഒറിഫേസ് ആണ്. ഫ്ലോ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പോയിന്റ് സെക്ഷൻ 1 ഇൻസൈഡ് ദ ടാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 2 എന്ന് പറയുന്നത് പുറത്ത് വരുന്ന വീന കോൺട്രാക്റ്റ്. വീന കോൺട്രാക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഹോളിലൂടെ പുറത്ത് വരുമ്പോൾ സെക്ഷൻ ഓഫ് ദി ഫ്ലോയിങ് വാട്ടർ എന്ന് പറയുന്നത് വളരെ മിനിമം ആയിട്ട് വരും. ഏത് പോയിന്റിലാണ് അത്രയും ഏറ്റവും ചെറുതായിട്ട് വരുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വന്നതിൽ സെക്ഷൻ വളരെ ചെറുതായിട്ട് വന്ന പോയിന്റാണ് വീന കോൺട്രാക്റ്റ. ആ പോയിന്റിൽ നമ്മൾ 2 സെക്ഷനായിട്ട് എടുക്കുന്നു. അതിനുശേഷം പോയിന്റ് 1 പോയിന്റ് 2ൻ്റെ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ എഴുതും. ഓൾറെഡി ഒരു ഡെറിവേഷൻ ഇതുപോലെ ചെയ്തതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് വെലോസിറ്റി ഓഫ് ദ ഫ്ലോയിങ് ജെറ്റ്, അല്ലെങ്കിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി അറ്റ് ദി വീന കോൺട്രാക്റ്റ. Velocity at Vena contracta equal to square root of 2g into h ആണ്. V2 equal to square root of 2g into h. ഇനി ഒറിഫേസിൽ വരുന്ന ഡിഫറെൻറ്റ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് നോക്കാം. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ഒക്കെ എന്താണെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചൊന്ന് നോക്കിയായിരുന്നു. എന്നാലും ഇവിടെയും നമുക്ക് ഡെഫിനിഷൻ വെച്ച് തന്നെ ഒന്ന് പറയാം. 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. 1 by 1 ഓരോന്നും ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം. It is the ratio between the actual velocity of the fluid jet at the vena contracta divided by theoretical velocity of the jet. എപ്പോഴും ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന വെലോസിറ്റിയേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്ക്വയർ റൂട്ട് ഓഫ് 2g ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എന്താണ്? തിയററ്റിക്കൽ വെലോസിറ്റി ആണ്. ആക്ച്വൽ വെലോസിറ്റി ഇതിനേക്കാളും കുറവായിരിക്കും. സോ സി വി ഈക്വൽ ടു ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ദ വീന കോൺട്രാക്ട ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ വെലോസിറ്റി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ വി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2gh, where v is the actual velocity. യൂഷ്വലി കണ്ടുവരുന്നത് ഒറിഫൈസസിന്. ഇത് ഒറിഫൈസസിൻ്റെ കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഡിവൈസസുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. ഒറിഫൈസസിൻ്റെ സി വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.95 തൊട്ട് 0.99 വരെയാണ്. ഒറിഫൈസസിൻ്റെ സി വിയുടെ വാല്യൂ വരുന്നത് 0.95 തൊട്ട് 0.99 വരെയാണ്. ജനറലി എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഓൾറെഡി കണ്ട പോലെ ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഒറിഫൈസ് ആണെന്നുണ്ടെങ്കിൽ സി വിയുടെ വാല്യൂ 0.98 ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. നെക്സ്റ്റ് ടേം കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ സി സി ഈക്വൽ ടു ഏരിയ ഓഫ് ദ ജെറ്റ് അറ്റ് ദ വീന കോൺട്രാക്ട ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ഓറിഫൈസ് ആണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ ഓറിഫൈസ് സ്മോൾ എ ആണെന്നുണ്ടെങ്കിൽ സി സി ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എ ആണ്. ഒറിഫൈസിൻ്റെ യൂഷ്വൽ സി സി വാല്യൂ എന്ന് പറയുന്നത് 0.61 തൊട്ട് 0.69 വരെയാണ്. ജനറലി എടുക്കുന്ന വാല്യൂ 0.64. ഇപ്പോൾ ക്വസ്റ്റ്യനിലങ്ങ് നമുക്ക് ഒറിഫൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്, സി സിയുടെ വാല്യൂ തന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ സി സി വാല്യൂ ആസ് 0.64 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് സി ഡി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് ദി ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ക്യൂ തിയററ്റിക്കൽ ആണ്. ഓക്കെ, അതായത് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. ആക്ച്വൽ ഡിസ്ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വൽ വെലോസിറ്റി ഇൻറ്റു ആക്ച്വൽ ഏരിയ എന്ന് എഴുതാം. തിയററ്റിക്കൽ വെലോസിറ്റിയെ തിയററ്റിക്കൽ വെലോസിറ്റി ഇൻറ്റു തിയററ്റിക്കൽ ഏരിയ ആസ് ഡിസ്ചാർജ് ക്യൂ ഈക്വൽ ടു
ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡ് ബൈ തിയററ്റിക്കൽ വെലോസിറ്റി സെപ്പറേറ്റ് ആയിട്ടും ആക്ച്വൽ ഏരിയ ബൈ തിയററ്റിക്കൽ ഏരിയ സെപ്പറേറ്റ് ആയിട്ടും എഴുതുന്നു. ആക്ച്വൽ വെലോസിറ്റി ബൈ തിയററ്റിക്കൽ വെലോസിറ്റി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, CV ആണ്. അതുപോലെ ആക്ച്വൽ ഏരിയ ബൈ തിയററ്റിക്കൽ ഏരിയ എന്ന് പറയുന്നത് CC ആണ്. ആക്ച്വൽ വെലോസിറ്റി ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വീന കോൺട്രാക്റ്റ് ആണ്. നമ്മൾ വീന കോൺട്രാക്റ്റയിൽ വരുന്ന വെലോസിറ്റി ആണ് ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് വീന കോൺട്രാക്റ്റയുടെ ഏരിയയും ആക്ച്വൽ തിയററ്റിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഫ്ലോ ജെറ്റിൻ്റെ ഏരിയയുമാണ്. സോ അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് CD ഈക്വൽ ടു CV ഇൻറ്റു CC എന്ന് കിട്ടും. CV ഈക്വൽ ടു CD ഇൻറ്റു CC. CD വാല്യൂ ഫോർ ദ ഓറിഫൈസ് 0.61 തൊട്ട് 0.65 വരെയാണ്. ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ 0.62 ആണ് എടുക്കുന്നത്. ഇനി എക്സ്പെരിമെൻ്റലി ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എല്ലാം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. എക്സ്പെരിമെൻ്റലി CD, CC, CVയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യമേ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൻ്റെ നമ്മൾ വാട്ടർ സപ്ലൈ കൊടുക്കും. എന്നിട്ട് സൈഡിൽ ഒരു ഒറിഫൈസ് ഉണ്ട്, ചെറിയൊരു ഒറിഫൈസ് ഉണ്ട് ഓഫ് ഏരിയ സ്മോൾ എ വരുന്ന ഒരു ഏരിയ ഉള്ള ഒരു ഒറിഫൈസ് ഉണ്ട്. ഒറിഫൈസിന് മുകളിലുള്ള വാട്ടർ ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് നിന്നുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒറിഫൈസിൽ നിന്ന് വരുന്ന വാട്ടറിനെ നമ്മളൊരു മെഷറിംഗ് ടാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നു. ആ മെഷറിംഗ് ടാങ്കിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ വാട്ടർ കളക്റ്റഡ് ഇൻ ദ മെഷറിംഗ് ടാങ്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ദ വാട്ടർ ഫ്രം ദ ഓറിഫൈസ് നമുക്ക് കിട്ടും. അത് ഡിവൈഡഡ് ബൈ എത്ര ടൈമിനുള്ളിലാണ് ഇത്ര വോളിയം ഓഫ് വാട്ടർ കളക്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ സ്മോൾ t ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടൈം, which is nothing but the discharge from the orifice. Volume of water divided by time ചെയ്യുമ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് ഫ്രം ദി ഓറിഫൈസ് നമുക്ക് കിട്ടും. തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ദാറ്റ് ഈസ് തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് √2gh ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ തിയററ്റിക്കൽ ഡിസ്ചാർജ്. സോ CD വാല്യൂ ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഡിസ്ചാർജ് Q ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ഓറിഫൈസ് സ്മോൾ a ഇൻറ്റു √2g ഇൻറ്റു h ആണ്. CDയുടെ വാല്യൂ അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചു. ഇനി CVയുടെ വാല്യൂ കണ്ടുപിടിക്കാം. CVയുടെ വാല്യൂ ഇത് ശരിക്കും പഠിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഇനി CV അതായത് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുക ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒറിഫൈസിൽ നിന്നും ഇറങ്ങി വന്ന് P പോയിന്റിലേക്ക് എത്തി. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒറിഫൈസിൽ നിന്നും ഇറങ്ങി വന്ന് P പോയിന്റിലേക്ക് എത്തി. അപ്പോൾ P പോയിന്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്താണ് X കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഒറിഫൈസിൽ നിന്നും P പോയിന്റ് വരെ എത്താൻ വേണ്ടിയിട്ട് പാർട്ടിക്കിൾ എത്ര വെർട്ടിക്കൽ മൂവ് ചെയ്ത് അതാണ് Y കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ X is equal to V into T and Y equal to നമുക്ക് ½ into GT സ്ക്വയർ എന്ന് എഴുതാം. S is equal to ഈക്വേഷൻ വന്നിരിക്കുന്നത് എവിടുന്നാണ്? S is equal to UT plus ½ AT സ്ക്വയർ. അതിൽ നിന്നാണ് നമ്മൾ Y ഈക്വൽ ടു ½ GT സ്ക്വയർ എഴുതിയിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇനിഷ്യലി ഇതിന് വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഇല്ല. സോ U ഇൻറ്റു T എന്ന് പറയുന്നത് 0 ആണ് ഓറിഫൈസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. സോ Y ഈക്വൽ ടു ½ ഇൻറ്റു GT സ്ക്വയറിന് എഴുതാം. അതിനുശേഷം T ഈക്വൽ ടു X/V എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം. Y ഈക്വൽ ടു ½ ഇൻറ്റു G ഇൻറ്റു X സ്ക്വയർ ഡിവൈഡഡ് ബൈ V സ്ക്വയറിന് കിട്ടും. ഇതിനകത്ത് നിന്നും വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് V. This is the actual V.
that is square root of g into x square divided by 2 times y. Square root of g into x square divided by 2 times y. This is the actual velocity. So v theoretical equal to square root of 2 into g into h ആണ്. cv equal to v divided by v theoretical, that is square root of g x square divided by 2y into 1 divided by 2gh. So multiply ചെയ്യുമ്പോൾ we get cv value as x divided by square root of 4 into y into h. ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വച്ചിരിക്കുക. ഈ ഇക്വേഷൻ ആയിട്ട് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇനി സി ഡി കണ്ടുപിടിച്ചു, സി വി കണ്ടുപിടിച്ചു. അപ്പോൾ സി സി കണ്ടുപിടിക്കാനായിട്ട് സി സി കണ്ടുപിടിക്കണമെങ്കിൽ വീന കോൺട്രാക്റ്റയിൽ വരുന്ന ഏരിയ ഓഫ് ദ ഫ്ലോ എത്രയാണ്, ഏരിയ എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ പ്രാക്ടിക്കലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സി ഡിയും സി വിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സി സി ഈക്വൽ ടു സി ഡി ഡിവൈഡഡ് ബൈ സി വി ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ടൈം ഓഫ് എംപ്റ്റിയിങ് എ ടാങ്ക് ത്രൂ ആൻ ഓറിഫേസ് അറ്റ് ഇറ്റ്സ് ബോട്ടം. ഒരു ടാങ്ക് അതിൻ്റെ ബോട്ടത്തിൽ ഒരു ഓറിഫേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിനെ എംപ്റ്റി ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്, ഇതിനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു ടാങ്ക് അതിൻ്റെ ബോട്ടത്തിൽ സ്മോൾ എ ഏരിയ ഉള്ള ഒരു ഓറിഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഹൈറ്റ് h1 ആയിരുന്നു. ഇനിഷ്യൽ ടോട്ടൽ എത്ര വാട്ടർ ഉണ്ടായിരുന്നു എന്നുള്ളത് h1. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോഴേക്കും ഇത് h2 ആയി. അപ്പോൾ h1 നിന്നും h2 ടൈം ആവാനുള്ള എടുക്കുന്ന സമയം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ T ഈക്വൽ ടു 2 into a into square root of h1 minus h2 divided by cd into area of the orifice into square root of 2g എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. h1ൽ നിന്നും h2യിലേക്ക് എത്താനായിട്ടുള്ള സമയം എത്ര സമയമാണ് അത്രയും ഡെപ്ത് കുറയാനായിട്ട് വേണ്ടത്. വേർ എ ക്യാപിറ്റൽ ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദ ടാങ്ക്, സ്മോൾ എ ഈക്വൽ റിലേറ്റഡ് ടു ഏരിയ ഓഫ് ദി ഓറിഫേസുമാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ഫോർ എംപ്റ്റിയിങ് ദി ടാങ്ക് ആണ്. എംപ്റ്റിയിങ് ദി ടാങ്ക് ആകുമ്പോഴേക്കും ഫൈനൽ ഫ്ലോ ഡെപ്ത്, അതായത് h2ൻ്റെ വാല്യൂ എന്താവും, 0 ആവും. ദാറ്റ് ഈസ് ടൈം ഫോർ എംപ്റ്റിയിങ് ദ ടാങ്ക് ക്യാപിറ്റൽ T ഈക്വൽ ടു 2a ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് h1 ഡിവൈഡഡ് ബൈ cd ഇൻറ്റു സ്മോൾ a ഇൻറ്റു റൂട്ട് ഓഫ് 2g. ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ ഒന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത് മൗത്ത് പീസാണ്. മൗത്ത് പീസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓറിഫേസ് ഉണ്ട്. ഓറിഫേസിൽ നിന്നും ഒരു പൈപ്പ്, ഇതാണ് ഓറിഫേസ്. ഓറിഫേസിൽ നിന്നും ഒരു പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുത്തിരിക്കുക. അതിനെ പറയുന്ന പേരാണ് മൗത്ത് പീസ്. മൗത്ത് പീസ് ഇങ്ങനെ സ്ട്രെയിറ്റ് മാത്രമല്ല, ഇങ്ങനെ ഡൈവേർജിങ് ടൈപ്പ് ഓഫ് മൗത്ത് പീസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗത്ത് പീസ് വരും. സോ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൗത്ത് പീസ് ഈസ് ദ ഷോർട്ട് ലെങ്ത് ഓഫ് ദ പൈപ്പ് വിച്ച് ഈസ് 2 or 3 times ഇറ്റ്സ് ഡയമീറ്റർ ഇൻ ലെങ്ത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 3 times ദാറ്റ് ഓഫ് ദ ഡയമീറ്റർ ആയിരിക്കും. ഇത് എപ്പോഴും ടാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വെസലിൽ നിന്ന് വരുന്ന വാട്ടറിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മൗത്ത് പീസ് യൂസ് ചെയ്യുന്നത്. ഇനി മൗത്ത് പീസിൻ്റെ ഡിഫറെൻറ്റ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. ഡെറിവേഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വാല്യൂസ് മാത്രം പഠിച്ചാൽ മതിയാകും. ഇവിടെയും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഹൈഡ്രോളിക് ഇക്വേഷൻ വെച്ചിട്ട് ഫസ്റ്റ് 2 പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഇക്വേഷൻ എഴുതുക. അതിനുശേഷം കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ മൗത്ത് പീസിൻ്റെ സി വി വാല്യൂ വരുന്നത് 0.85 ആണ്. മൗത്ത് പീസിൻ്റെ സി സി വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതായത് വീന കോൺട്രാക്റ്റയുടെ ഏരിയ AC ആണ്
അതുപോലെ ഏരിയ ഓഫ് ദ മൗത്ത് പീസ് എന്ന് പറയുന്നത് സ്മോൾ എ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓറിഫൈസിൽ നിന്ന് വരുന്ന വീന കോൺട്രാക്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് CC സെക്ഷൻ. ഓറിഫൈസിൽ നിന്ന് ഇതൊരു പൈപ്പിലേക്കാണ് വരുന്നത്. ഒബ്വിയസ്ലി ഇവിടെ ഉള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ പൈപ്പിൽ ഫില്ലാവാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. സോ വീന കോൺട്രാക്റ്റയിലുള്ള ഏരിയ എന്ന് പറയുന്നത് AC ആയിരിക്കും. അതെന്ന് പറയുന്നത് മൗത്ത് പീസിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും. സോ CC വാല്യൂ ഓഫ് ദി മൗത്ത് പീസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ CD ഈക്വൽ ടു CC ഇൻറ്റു CV വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് 1 ഇൻറ്റു 0.855 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.855 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൗത്ത് പീസിൻ്റെ CD വാല്യൂ എന്ന് പറയുന്നത് ഓറിഫൈസിൻ്റെ CD വാല്യൂവിനേക്കാളും കൂടുതലാണ്. അതായത് മൗത്ത് പീസിൽ നിന്നും വരുന്ന ഡിസ്ചാർജ് ഈസ് മോർ വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി ഓറിഫൈസ്. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് നോച്ചസ് ആണ്. നോച്ചസ് എന്ന് പറയുന്നത് ഇതും ഫ്ലോ മെഷറിങ്ങിനായിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് സ്മോൾ ചാനൽസ് അല്ലെങ്കിൽ ചെറിയ ടാങ്ക് അവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. It is defined as an opening in the side of the tank or a small channel in such a way that the liquid surface in the tank or the channel is below the top edge of the opening. ഈ ടോപ്പ് എഡ്ജ് ഓഫ് ദി ഓപ്പണിങ്ങിൽ നിന്ന് താഴെ ആയിരിക്കും ലിക്വിഡ് സർഫേസ് ഓഫ് ദി ടാങ്ക് അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്നത്. ഇതാണ് നോച്ച്. ഇനി നോച്ചും വിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് നാപ്പെ അല്ലെങ്കിൽ വെയിൻ എന്ന് പറയും. അപ്പോൾ ഇതൊരു നോച്ചാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ആക്ച്വലി കാണിച്ചിരിക്കുന്നത് ഒരു വിയറാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒരു വിയറിൻ്റെതാണ്. വിയർ എന്താണെന്ന് നമ്മൾ ഇനി പറയും. അപ്പോൾ വിയറിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ നോച്ച് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വാട്ടർ ലെവൽ അതിൻ്റെ എഡ്ജിന് താഴെ ആയിരിക്കും. അറ്റ് സം സിറ്റുവേഷൻസ് വാട്ടർ ലെവൽ അതിൻ്റെ മുകളിലാവും. അപ്പോഴേക്കും ഇതിലേക്കൂടി ഫ്ലോ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നാപ്പെ അല്ലെങ്കിൽ വെയിൻ എന്താണെന്ന് നോക്കാം. ഇതുപോലെ വിയറിലൂടെ അല്ലെങ്കിൽ നോച്ചിലൂടെ വാട്ടർ ഇതിൻ്റെ മുകളിലൂടെ ഫ്ലോ ചെയ്ത് പോകുമ്പോൾ വരുന്ന ഷീറ്റ് ഓഫ് വാട്ടർ, ഈ കാണുന്ന ഈ ഒരു ഷീറ്റ് ഓഫ് വാട്ടറിനെ പറയുന്ന പേരാണ് നാപ്പെ എന്ന് പറയും. ദ ഷീറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ എ നോച്ച് ഓർ ഓവർ എ വിയർ ഈസ് കാൾഡ് നാപ്പെ ഓർ വെയിൻ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ക്രസ്റ്റ് അല്ലെങ്കിൽ സില്ലാണ്. ക്രസ്റ്റ് അല്ലെങ്കിൽ സില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബോട്ടം എഡ്ജ് ഓഫ് ദ നോച്ച് ഓർ എ ടോപ്പ് ഓഫ് ദി വിയർ ഓവർ വിച്ച് ദ വാട്ടർ ഫ്ലോസ്. അപ്പോൾ ഈ ഫിഗറിൽ ഇതാണ് ക്രസ്റ്റ് പോർഷൻ, വിയറിൻ്റെ ക്രസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. നോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോട്ടം എഡ്ജ് പോർഷനാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ സില്ലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വിയർ എന്താണെന്ന് നോക്കാം. വിയർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നമ്മുടെ ചാനലിൽ. വിയർ ഈസ് എ മെഷീനറി ഓർ എ കോൺക്രീറ്റ് സ്ട്രക്ചർ. യൂഷ്വലി ഓപ്പൺ ചാനൽസിലുമാണ് ഇത് വെക്കുന്നത്. ഇതിന് മുകളിലൂടെ ഓപ്പൺ ചാനലിലെ ഫ്ലോയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് ആൻഡ് അറ്റ് സംടൈംസ് ഫ്ലോ കൂടുമ്പോഴേക്കും ഇതിന് മുകളിലൂടെ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് യൂഷ്വലി ഒരു വെർട്ടിക്കൽ വാളിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടാവുന്നത് വിത്ത് എ ഷാർപ്പ് എഡ്ജ് ഓൺ ദി ടോപ്പ് റണ്ണിങ് ഓൾ വേ അക്രോസ് ദ ഓപ്പൺ ചാനൽ. സോ ഇതൊരു ഓപ്പൺ ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് ഫുള്ള് വിഡ്ത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീനറി സ്ട്രക്ചേഴ്സ് ആണ് ആസ് ആൻ ഒബ്സ്ട്രക്ഷൻ. അതിന് പറയുന്ന പേരാണ് വിയർ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി നോച്ചിൻ്റെ സൈസിനേക്കാളും വളരെ ലാർജ് ആയിരിക്കും വിയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നോച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റാലിക് പ്ലേറ്റ്, യൂഷ്വലി ഉണ്ടാക്കുന്നത് മെറ്റാലിക് പ്ലേറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വിയർ എപ്പോഴും ഡിഫറെൻറ്റ് മെഷീനറി അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും വിയർ എന്ന് പറയുന്നത്, ഡാം പോലെ. നോച്ചസിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. There are based on their shape of the opening. They can be rectangular notch, ഇതുപോലെ റെക്ടാങ്കുലർ നോച്ച് ഉണ്ടാവാം, ട്രയാങ്കുലർ വി ഷേപ്പ് നോച്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ നോച്ച്, അതുപോലെ സ്റ്റെപ്ഡ് ആയിട്ടുള്ള നോച്ച്, ഇതുപോലെ സ്റ്റെപ്പ് ഷേപ്പിൽ വരുന്ന നോച്ച് ഇങ്ങനെ ഉണ്ടാവാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദി എഫക്റ്റ് ഓഫ് സൈഡ്സ് ഓൺ ദി നാപ്പെ, നോച്ച് വിത്ത് എൻഡ് കോൺട്രാക്ഷനും ഉണ്ട്, അതുപോലെ വിത്ത് നോച്ച് വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷനും ഉണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട കാര്യമില്ല. എന്താണെന്ന് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി.
ഇനി വിയറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ, ട്രപ്പിസോയിഡൽ വിയർ. ട്രപ്പിസോയിഡൽ വിയറിൻ്റെ പറയുന്ന പേരാണ് സിപ്പോലേറ്റി വിയർ എന്ന് പറയും, സിപ്പോലേറ്റി വിയർ. പിന്നെ ഷേപ്പ് ഓഫ് ദ ക്രസ്റ്റ്, അതായത് ഒരു ക്രസ്റ്റ് പോർഷൻ, മുകളിൽ വരുന്ന ക്രസ്റ്റ് പോർഷൻ എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ട് ഷാർപ്പ് ക്രസ്റ്റഡ് ആയിട്ടുള്ള വിയർ ഉണ്ട്. ഇതുപോലെ ഈ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിരിക്കും, അങ്ങനെയുള്ള വിയർ ഉണ്ട്. പിന്നെ ബ്രോഡ് ക്രസ്റ്റഡ് ആയിട്ടുള്ള വിയർ ഉണ്ട്. ക്രസ്റ്റ് പോർഷൻ നല്ല ബ്രോഡായിരിക്കും, ഇതുപോലെ ഒരു ബ്രോഡ് ക്രസ്റ്റഡ് ആയിട്ടുള്ള വിയർ ഉണ്ട്. ദെൻ നാരോ ക്രസ്റ്റഡ് വിയേഴ്സ് ആർ ദെയർ ആൻഡ് ഓഗി ഷേപ്ഡ് ആയിട്ടുള്ള വിയേഴ്സും ഉണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിയർ വരുന്നത്. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നോച്ചും വിയറും രണ്ടും രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇതിന് മുകളിലൂടെ പോകുന്ന ഫ്ലോ എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ വിയർ ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇതൊരു ടാങ്കിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു നോച്ചാണ് വരുന്നത്. ഇത് ഒരു ക്രസ്റ്റ് പോർഷൻ റെക്റ്റാങ്കുലർ വിയറാണ്. ഇതാണ് അതിൻ്റെ ക്രസ്റ്റ് പോർഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഒബ്വിയസ്ലി ഡെറിവേഷൻ ഉണ്ട്, ഡെറിവേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസ്ചാർജ് Q is equal to 2/3 CD into L into root of 2G into H raised to 3/2. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വേർ L ഈസ് ദി ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ആണ്, CD എന്ന് പറയുന്നത് അറിയാമല്ലോ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദി വിയർ അല്ലെങ്കിൽ നോച്ചാണ്. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 2GH. ഒരു പർട്ടിക്കുലർ വിയർ അല്ലെങ്കിൽ നോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എ കോൺസ്റ്റൻറ്റ് K ഇൻറ്റു H റൈസ് ടു 3/2 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വലിയ ഇക്വേഷൻ പഠിക്കാൻ പാടാണെന്ന് തോന്നുകയാണെങ്കിൽ സിംപ്ലി ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ ആണെന്നുണ്ടെങ്കിൽ എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു H റൈസ് ടു 3/2 ആണ്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഡിസ്ചാർജ് ഓഫ് ദി റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ H റൈസ് ടു Hൻ്റെ ഏത് ഫാക്ടർ ആണെന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ Hൻ്റെ 3/2 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡിസ്ചാർജ് ഇൻ ദ റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ ഉണ്ടാവുക. ഇനി അറ്റ് ദ സെയിം ടൈം ട്രയാങ്കുലർ നോച്ചാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രയാങ്കുലർ നോച്ചാണ്. ഇവിടെ തീറ്റയാണ് ആംഗിൾ ഓഫ് ദ അപ്പെക്സ് ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ വരുന്നത് 8/15 CD tan theta divided by 2 into square root of 2G into H raised to 5/2 ആണ്. അല്ലെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു H raised to 5/2. സോ ട്രയാങ്കിൾ വരുമ്പോഴേക്കും H raised to 5/2ൻ്റെ പവറിലായിരിക്കും ഡിപ്പെൻഡൻസി വരുന്നത് ഓൺ ദി ഡിസ്ചാർജ്. ഇത് ഇൻ കേസ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 1 ആകും. CD-യുടെ വാല്യൂ നമുക്ക് 0.6 ആണെന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. സോ Q ഈസ് ഈക്വൽ ടു 8/15 0.6 ഇൻറ്റു 1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു H റേസ് ടു 5/2. അങ്ങനെ വരുമ്പോഴേക്കും 90 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു നോച്ചാണ്, ട്രയാങ്കുലർ നോച്ച് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് Q ഈക്വൽ ടു 1.417 H റേസ് ടു 5/2 ആണ്. ഒന്നും ഓർത്തിരുന്നില്ലെങ്കിലും H റേസ് ടു 5/2 ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ ട്രയാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ കണ്ടു, റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ കണ്ടു. ഇതിനകത്ത് ട്രയാങ്കുലർ നോച്ചാണ് ബെറ്റർ. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇതിൻ്റെ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ദി ഡിസ്ചാർജ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും സിമ്പിളാണ്. അതുപോലെ തന്നെ വളരെ ലോ ആയിട്ടുള്ള ഡിസ്ചാർജ് വരെ വേണമെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡിസ്ചാർജ് ഈ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള നോച്ച് അല്ലെങ്കിൽ നോച്ചിലൂടെ പുറത്ത് വരുന്നത്, അതുപോലെ ട്രയാങ്കുലർ ആയിട്ടുള്ള നോച്ച് അല്ലെങ്കിൽ വിയറിലൂടെ പുറത്ത് വരുന്നത് നമുക്ക് ഹൈറ്റ് ഡിഫറൻസ് വെച്ച് കണ്ടാൽ അറിയാൻ പറ്റും. വളരെ ചെറുതായിട്ടുള്ള
വളരെ ചെറുതായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ ഇതിൻ്റെ എച്ച് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. പക്ഷേ ട്രയാങ്കിളിൻ്റെ കേസിൽ വരുമ്പോഴേക്കും ഈ എച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് മെഷറബിൾ വാല്യൂ ആയിട്ടുള്ള എച്ച് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ലോ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ട്രയാങ്കുലർ നോച്ച് ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ വിയർ ആയിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം ഉള്ളത്, ട്രയാങ്കുലർ നോച്ച് ആകുമ്പോഴേക്കും ഡിപ്പെൻഡൻസി വരുന്നത് എച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഓവർ ദ നോച്ച് അല്ലെങ്കിൽ വിയറിനുമായിട്ട് മാത്രമാണ് ഡിപ്പെൻഡൻസി വന്നിരിക്കുന്നത്. അപ്പോൾ എച്ച് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ടേം എന്ന് പറയുന്നത്. എല്ലിൻ്റെ ആവശ്യം വരുന്നില്ല. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ട്രയാങ്കുലർ നോച്ച് ഈസ് ഓൾവേസ് പ്രിഫേർഡ് ഓവർ ദ റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ ആണ്. ഇനി ട്രപ്പിസോയിഡൽ നോച്ച് അല്ലെങ്കിൽ വിയർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ട്രപ്പിസോയിഡൽ വിയർ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിനൊരു റെക്റ്റാങ്കുലർ വിയർ ആയിട്ടും അതുപോലെ അതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന പോർഷനെ ഒരു ട്രയാങ്കുലർ വിയർ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കുലർ പോർഷനിലൂടെ വരുന്നതിന് ഡിസ്ചാർജ് Q1 എന്നും രണ്ട് ട്രയാങ്കുലർ പോർഷനിലൂടെ വരുന്ന ഡിസ്ചാർജിനെ Q2 എന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ Q1 is equal to 2/3 CD1 into L into square root of 2G into H raised to 3/2. Q2 is equal to 8/15 CD2 into tan theta 2. രണ്ടിൻ്റെയും കൂടി ആംഗിൾ θ/2 ആണ്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ട്രയാങ്കുലർ തീറ്റ ആംഗിളുള്ള ഒരു ട്രയാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ കിട്ടും. സോ tan θ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2G ഇൻറ്റു H റൈസ് ടു 5/2 ആണ്. രണ്ടിൻ്റെയും കൂടി സമ്മേഷൻ ചെയ്താണ് ടോട്ടൽ ഡിസ്ചാർജ് ക്യാപിറ്റൽ Q എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 ആണ്. ഇങ്ങനെയാണ് ഒരു ട്രപ്പിസോയിഡൽ നോച്ച് അല്ലെങ്കിൽ വിയറിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ യൂസ് ചെയ്തിട്ട് ഒരു റിസർവോയർ അല്ലെങ്കിൽ ഒരു ടാങ്കിനെ എംപ്റ്റി ചെയ്യാൻ ടോട്ടൽ എത്ര ടൈം വേണമെന്നുള്ള ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. ഇങ്ങനെ എന്തായാലും പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വലിയ ഇക്വേഷൻസ് തന്നെയാണ്. എങ്കിലും ഒന്ന് പറയാം. റെക്റ്റാങ്കുലർ വിയർ അല്ലെങ്കിൽ നോച്ച് ആണെന്നുണ്ടെങ്കിൽ time t is equal to, for emptying the tank, equal to 3a divided by cd into L into square root of 2g into 1 divided by root of h2 minus 1 divided by root of h1. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ക്ഷീണിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ടൈം ഫോർ എംപ്റ്റിങ് ദ ടാങ്ക് യൂസിങ് എ ട്രയാങ്കുലർ വിയർ അല്ലെങ്കിൽ നോച്ച് എന്ന് പറയുന്നത് 5 into a divided by 4 into cd into tan theta into square root of 2g into h 1 by h2 raised to 3/2 minus 1 by h1 raised to 3/2 ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വിയർ അല്ലെങ്കിൽ നോച്ച്, ഒരുപാട് വിയർ നോച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള വിയർ ഉണ്ട്, ബ്രോഡ് എഡ്ജഡ് ആയിട്ടുള്ള വിയർ ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ എക്സാമിന് ചോദിച്ചില്ല, അതുകൊണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻ കേസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ സിപ്പോലെറ്റി വിയർ അല്ലെങ്കിൽ നോച്ച് അതിൻ്റെ മാത്രം ഒന്ന് പറയാം, കാരണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സിപ്പോലെറ്റി വിയർ അല്ലെങ്കിൽ നോച്ച് എന്ന് പറയുന്നത് ഒരു ട്രപ്പിസോയിഡൽ വിയർ തന്നെയാണ്. വിത്ത് ഇറ്റ്സ് സൈഡ് സ്ലോപ്സ് 1 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഈസ് ടു വെർട്ടിക്കൽ സൈഡ് സ്ലോപ്പ് വരുന്നത് 1/4 ആണ്. അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് θ/2 ഈസ് ഈക്വൽ ടു tan 1/4, ദാറ്റ് ഈസ് 14 ഡിഗ്രി 2 മിനിറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വിയറിനെ പറയുന്ന പേരാണ് സിപ്പോലെറ്റി വിയർ എന്ന് പറയും. ഇതിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു 2/3 CD L സ്ക്വയർ റൂട്ട് ഓഫ് 2G ഇൻറ്റു H റൈസ് ടു 3/2 ആണ്. ഇതാണ് സിപ്പോലെറ്റി വിയറിലൂടെയുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഇന്നത്തെ വോയിസ് ക്വാളിറ്റിയെ പറ്റിയിട്ടും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇന്ന് ഞാൻ പുതിയൊരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു.